നമസ്കാരം കൂട്ടുകാർ, ഇന്ന് നമ്മൾ പോകാൻ പോണത് തൃശ്ശൂർ ജില്ലയിലുള്ള പ്രകൃതിയുടെ മനോഹരമായ ഒരു സ്ഥലമായ പീച്ചിപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പോൾ കുതിരാന്ന് എത്തുന്നതിന് മുമ്പ് വാണിയമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് കേസ്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നേരെ കാണുന്ന ഒരു സ്കൂൾ ഉണ്ട് കേസ്. ഈ സ്കൂളിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ റബ്ബർ തോട്ടങ്ങളാണ്, ഒരു റബ്ബർ പ്ലാന്റേഷനൊക്കെ ഉണ്ട് കേസ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പീച്ചി ഡാമിലേക്ക് ഒരു തവണ വന്നിട്ടുണ്ട് കേസ്, പക്ഷേ പീച്ചിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ മഴക്കാലത്ത് നല്ല ഭംഗിയാണ് പീച്ചിപ്പാടം എന്ന് കുറേ വീഡിയോകളിൽ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ സൗണ്ട് കൂടി ഒന്നും നോക്കില്ല, രാവിലെയാണ് വെച്ചാൽ നേരെ വണ്ടി എടുത്ത് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്താറായപ്പോൾ തന്നെ ഇവിടെ ഒരു ചായക്കടയുണ്ട്. ഇത് ഒരുപാട് വീഡിയോകളിൽ നമ്മളെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ഭാഗത്തുള്ള ഈ ചായക്കട. അപ്പോൾ എന്തായാലും നമുക്കും ഇവിടെ നിന്ന് ഒരു ചായയോ കടിയോ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ആ പീച്ചിപ്പാടത്തിൻ്റെ ഭംഗികൾ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ നിന്നോട്ടെ കേസ്. അപ്പോൾ എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഫുള്ള് റബ്ബർ പ്ലാന്റേഷൻ ആണ് കേട്ടോ. അപ്പോൾ റബ്ബർ തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ പീച്ചിപ്പാടം വരെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അങ്ങ് ഒരു കുത്തനെയുള്ള മലകളും ഒക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇടയിലിടയിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു തോട് പോലുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതും നിറയെ മഴ പെയ്തുകൊണ്ട് വെള്ളങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഭംഗി, ഈ കാടിൻ്റെ ഒരു മനോഹരമായ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നേരെ പീച്ചിപ്പാടം ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് പീച്ചിപ്പാടം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേസ്. പരന്ന് കിടക്കുന്നൊരു പാടം, ബാക്ക്ഗ്രൗണ്ടിലൊരു മലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഭാഗത്തുകൂടി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് വേണം പീച്ചിപ്പാടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളങ്ങനെ ഒരു അടിപൊളി ഡെസ്റ്റിനേഷനിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വാണിയമ്പാറയിലുള്ള പീച്ചിപ്പാടം. അതിൻ്റെ ബാക്കി കാണുന്നതാണ് പീച്ചിപ്പാടം. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുറേ റീൽസുകളിലും ഒക്കെ കാണുന്ന പീച്ചിപ്പാടം. മഴയൊക്കെ വരുമ്പോൾ ഇവിടെ അടിപൊളി വൈബാണ്. ഇതാണ് ഈ കാണുന്നതൊക്കെ ഏരിയ ആണ് കേട്ടോ. കുറേ ആളുകളൊക്കെ വന്ന് അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴേ ഇത് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ മഴക്കാലത്ത് ഈ ഭാഗങ്ങൾ ഫുള്ളായിട്ട് വെള്ളം കയറി നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നല്ല മഴ കിട്ടുന്ന സമയത്തൊക്കെ ഈ പാടം ഫുള്ളായിട്ട് ഇവിടെയൊക്കെ വെള്ളം നിറയും. പിന്നെ തോണിയിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കേസ് വരാൻ വേണ്ടിയിട്ട്. ഇടയിലിടയിൽ ഇങ്ങനെ ഓരോ കുഴികൾ കാണും. അപ്പോൾ ഞാൻ ആദ്യം പീച്ചിപ്പാടത്തിൽ ഇവിടേക്ക് വന്നപ്പോൾ എന്താ അവിടെ ഒന്നും കാണാനില്ല വിചാരിച്ചോട്ടെ കേസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, തുറന്ന് കിടക്കുന്ന ഈ ഗ്രൗണ്ടിലുണ്ടല്ലോ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കേസ്. അപ്പോൾ നല്ല മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആ കാണുന്നുണ്ടല്ലോ ഈ കുളം പോലെ നിൽക്കുന്ന സംഭവങ്ങളിൽ, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഈ ഭാഗത്തൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പീച്ചിപ്പാടം. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നിറയെ റബ്ബർ തോട്ടങ്ങളും തെങ്ങുകളും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി. നോക്കുക ഈ ഭാഗത്തുള്ള കേസ്, ഈ ഭാഗത്ത് കണ്ടതാ അങ്ങനെ നിറയെ ആ ഭാഗത്തൊക്കെ റബ്ബർ തോട്ടമാണ്. നമ്മൾ വന്നതും റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടിയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വരുന്ന സമയത്ത് ഈ മഴക്കാറ് കൊണ്ടും ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അധികം ഭംഗി തോന്നാത്തത്. എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ്, നേരിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കേസ്. അപ്പോൾ വരുന്നവരെന്തായാലും മഴക്കാലത്ത് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വരിക. ഇടയിലിടയിൽ കുഴികളുണ്ടാവും, വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊക്കെ വരിക കേട്ടോ കേസ്. അപ്പോൾ പീച്ചിപ്പാടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ വന്ന ഒരു പ്ലേസാണ് കേട്ടോ നമ്മുടെ ഈ പീച്ചിപ്പാടം. ഇവിടെ എത്തിയപ്പോൾ ആകെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ട് കേസ്, ഭയങ്കര ഹാപ്പിയായി. കാരണം ഇതുപോലുള്ളൊരു ഫ്രെയിമൊക്കെ നമുക്ക് അധികം കിട്ടാറില്ലല്ലോ. നമ്മൾ ഇതുപോലുള്ളൊരു സ്ഥലത്ത് പല സിനിമകളിൽ കണ്ട ഒരു കാഴ്ചയാണ് എനിക്ക് മനസ്സിൽ വരുന്നത് കേട്ടോ. പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു സ്ഥലം പോലെയാണ് എനിക്കിവിടെ തോന്നുന്നത്. അടിപൊളിയായിട്ട് മനസ്സിന് ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു പ്ലേസാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ, ഈ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. സൂപ്പർ വ്യൂ ആണ്, നോക്കിക്കോ. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണ് നല്ല കനമുള്ള മണ്ണ് പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടി ഓടിക്കുന്നതിന്
ഒരു പ്രശ്നമൊന്നുമില്ല. സുഖമായിട്ട് നമുക്കിതിലെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകാം. പിന്നെ റിലാക്സ് അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൊരു എന്താ പറയുക, ഒരു പുഴയുടെ തീരത്ത് വന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു ഫീല് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ തോണിയും കൊട്ടവഞ്ചിയും അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതാണ്. നിറയെ മഴക്കാലമൊക്കെ വരുമ്പോഴായിരിക്കും കേട്ടോ അതൊക്കെ ഉണ്ടാകുക. അപ്പോൾ പീച്ചിപ്പാടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോയിൽ അടിപൊളി ഒരു സ്ഥലമാണ് ഗൈസ്. മഴക്കാലത്തൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇന്ന് നല്ല മൂടലായത് കൊണ്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് അധികം ക്ലാരിറ്റി ഇല്ലാത്ത. എന്നാലും കൊള്ളാമല്ലോ സമയം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമ്മൾ നല്ല മഴയുള്ള സമയത്താണ് വരുന്നത്. ഞങ്ങൾ വരുന്ന സമയത്ത് പാലക്കാട് മഴയുണ്ടായിരുന്നു നമ്മുടെ അവിടെയൊക്കെ. പക്ഷെ ഇങ്ങോട്ട് വരെ മഴ കുറവാണ് കേട്ടോ, കുറഞ്ഞു ഇന്ന്. എന്തായാലും നല്ല മഴക്കാറൊക്കെ വരുന്നുണ്ട്. മഴയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെയൊക്കെ നിറയെ വെള്ളം വരും. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ് അല്ലേ? അതെ കേട്ടോ, മീൻ പിടിക്കാൻ വേണ്ടി കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ, വലയിട്ടിട്ടും മീനൊക്കെ പിടിക്കാൻ. പിന്നെ അപ്പോൾ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കപ്പോൾ എന്താ പറയുക, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണട്ടെ ഗൈസ്. ഓക്കെ.